ഹലോ, നിങ്ങളൊരു ബിസിനസ് ഓണറാണെങ്കിൽ ഇന്നത്തോടുകൂടി ഈ ചാനൽ വാച്ച് ചെയ്യൽ നിങ്ങൾ നിർത്തണം. ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ ചാനൽ കാണണ്ട. കാരണം അത്ര വാല്യുബിൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ സെയിൽ 100% കൂടിയിരിക്കും. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു ചെക്ക് ലിസ്റ്റ് തരും. ആ ഓരോ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ വന്നിരിക്കും. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, എന്നിട്ടും സെയിലില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കാം. സെയിൽ കൂട്ടാനായിട്ട് നമ്മളുടെ എല്ലാ ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് വളരാൻ പറ്റാത്തത്. സെയിൽ എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കണം. നിലവിൽ കുറച്ച് സെയിലൊക്കെ ഉണ്ട്, അത് എല്ലാ ബിസിനസ്സുകൾക്കും ഉണ്ടാവും. പക്ഷേ ആ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കണം. ഇവിടെ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് മാർക്കറ്റിങ്ങും സെയിൽസും റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. നമ്മളുടെ ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ, മോഡേൺ ഏജിൽ ഒരു ബിസിനസ് ഓണർക്ക് വേണ്ട നമ്പർ 1 സ്കില്ല് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, ഇൻ്റർനെറ്റിൽ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്ന നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും അവരെ പേയിങ് കസ്റ്റമറാക്കി മാറ്റുകയും ചെയ്യണം. ഇതാണ് നമ്പർ 1 സ്കില്ല് നമ്മളുടെ ഈ മോഡേൺ ഏജിൽ ഒരു ബിസിനസ് ഓണർക്ക് വേണ്ടത്. ആ കഴിവൊന്നല്ലെങ്കിൽ ബിസിനസ് ഓണർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ടീമിന് ഉണ്ടാവണം, നിങ്ങളുടെ സ്റ്റാഫിന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. നമുക്കത് ഇന്ന് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ്. ഒരു 2-3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എല്ലാം ഇന്ന് ശ്രദ്ധ കൊടുത്തേക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയാൻ നേരത്ത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ വലിയ അബദ്ധമായിരിക്കും. ഈ സെയിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം? വീഡിയോയുടെ മെയിൻ അതാണല്ലോ. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാഫിക് സോഴ്സ് വേണം. നമ്മളുടെ ബിസിനസ്സിലേക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് വരാനുള്ള ട്രാഫിക് സോഴ്സ് നമുക്ക് വേണം. നമുക്കത് സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്യാം. ഈ ട്രാഫിക് സോഴ്സിലൂടെയാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതും കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതും. അപ്പോൾ ഈ സോഴ്സ് കൃത്യമായിട്ട് തന്നെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുക. അത് നമുക്ക് സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കാം. ഇനി ഇത് തന്നെ ഒരു 95% ബിസിനസ് ഓണേഴ്സും നിലവിൽ ചെയ്യണില്ല. 95% ചെയ്യണില്ല. ഞാൻ പറയണത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പേജ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല എന്നുള്ളതല്ല. ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയനെ ഒരു ട്രാഫിക് സോഴ്സായിട്ട് അവർ പരിഗണിക്കുക. അതാണ് പ്രശ്നം. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ചെയ്യണം. സാധാ മാർക്കറ്റിംഗ് അല്ല, വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ്. അതായത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഈ കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ ഇൻ റിട്ടേൺ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇൻ റിട്ടേൺ സെയിൽ പ്രതീക്ഷിക്കരുത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരസ്യങ്ങളൊന്നും തന്നെ പരസ്യങ്ങളായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് തോന്നരുത്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ അവരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫങ്ഷൻ. പലരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ കസ്റ്റമേഴ്സിലേക്ക് പരസ്യം അങ്ങ് കൊടുക്കും, ഓഫർ അങ്ങ് പ്രസൻറ്റ് ചെയ്യും. ആ പ്രൈസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ സംഗതി ഉണ്ടല്ലോ, ഫൈനൽ ഓഫർ, കോർ ഓഫർ എന്താണോ അതങ്ങ് പ്രസൻറ്റ് ചെയ്യും. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിൽ എല്ലാ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സും മാർക്കറ്റ് റെഡി ആയിട്ടുണ്ടാവില്ല. അതായത് കാശ് എടുത്ത് തന്ന് നമ്മളുടെ അടുത്തുനിന്ന് സാധനം വാങ്ങാൻ റെഡി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു 3-4% ആണ് ഏതൊരു ഇൻഡസ്ട്രിയിലും അപ്പോൾ തന്നെ പരസ്യം കണ്ട് അപ്പോൾ തന്നെ വാങ്ങുന്നവർ. ബഹുഭൂരിപക്ഷവും അതിൻ്റെ താഴേക്കുള്ള ക്ലാസ്സിലാണ്. അതായത് അടുത്ത മാസം വാങ്ങുമായിരിക്കും, 2 ആഴ്ച കഴിഞ്ഞ് വാങ്ങുമായിരിക്കും, 6 മാസം കഴിഞ്ഞ് വാങ്ങുമായിരിക്കും. അതാണ് വലിയൊരു വിഭാഗം കസ്റ്റമേഴ്സ്. ഇവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ ഒരു 3-4% വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ജസ്റ്റ് അട്രാക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് അവർക്ക് ഹൈ വാല്യൂ ഉള്ള എന്തെങ്കിലും കണ്ടൻറ്റ് നമ്മൾ കൊടുക്കണം. ഞാനതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളിപ്പോൾ റൂം ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഫേം നിങ്ങൾക്കുണ്ട്. ഈ ഫേമിന് എന്തായാലും കസ്റ്റമേഴ്സ് വേണമല്ലോ. നമ്മൾ ഡയറക്റ്റ് റൂം ഡെക്കറേഷൻ വർക്കുകൾക്ക് കോണ്ടാക്ട് ചെയ്യുക,
ഇത്ര രൂപ എന്നും പറഞ്ഞ് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ 2-3 പേര് ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് അധികം ലീഡ്സുകൾ നിങ്ങൾക്ക് വന്നേക്കാം, അവർ എൻക്വയറി നടത്തുന്നു പോകുന്നു. ഇങ്ങനെയാണ് എല്ലാവരും നമ്മളുടെ ആ ഫീൽഡിൽ പരസ്യം കൊടുക്കണം. നിങ്ങളവിടെ പരസ്യം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കണം. അതായത് പരസ്യമാണെന്ന് അവർക്ക് തോന്നരുത്. റെഗുലർ സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് പോലെ തന്നെ അവർക്ക് തോന്നണം, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് തോന്നണം, അവരത് കണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം അലങ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ മുന്നിൽ നിങ്ങൾ നാണം കെടും. ഇതായിരിക്കും നമ്മളുടെ പരസ്യവാചകം. റൂം അലങ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, ഗസ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ നാണം കെടും. അവിടെ നമ്മളൊരു ഓഫർ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, ഇത്ര രൂപ, ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നൊന്നും പറഞ്ഞ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഇത് ചെല്ലാൻ നേരത്ത് നമ്മളുടെ വീഡിയോ ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, ഇതിനെപ്പറ്റി പഠിക്കാൻ അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയൊരു സെഷൻ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും, റൂം അലങ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ താല്പര്യമുള്ള ആ മാർക്കറ്റിൽ ഒരു മാഗ്നറ്റ് പോലെയാണ് ഈ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റ് പോലെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് സക്ക് ചെയ്തെടുക്കുകയാണ്, വലിച്ചെടുക്കുകയാണ്. ലീഡ് മാഗ്നറ്റ് എന്നാണ് സാധാരണ ടെക്നിക്കൽ ടേംസിൽ ഇതിനെ പറയുന്നത്. ഈ ലീഡ് മാഗ്നറ്റ് വെച്ച് അതായത് നമ്മളുടെ ഹൈ വാല്യൂ കണ്ടൻറ് ഉണ്ടല്ലോ, 5 കാര്യങ്ങളുണ്ട് റൂം അലങ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റിൻ്റെ മുമ്പിൽ നാണം കെടും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ഇൻറ്റേർണൽ ഫിയറിനെയാണ് നമ്മൾ ടച്ച് ചെയ്തേക്കുന്നത്. മറ്റുള്ളവരൊക്കെ പരസ്യം കൊടുത്തേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ കോൺടാക്ട് ചെയ്യുക, ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് പരസ്യമാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തേക്കുകയാണ്. നമ്മളുടെ ബിസിനസ്സിലേക്ക് ആളുകൾ വരുന്നു, നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ആ ഹൈ വാല്യൂ കണ്ടൻറ്റ് അങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ആർക്കിടെക്ട് ഫേം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കസ്റ്റമേഴ്സ് വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാവും, 5 മിസ്റ്റേക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റൂമിൻ്റെ കളറിന് മാച്ച് അല്ലാത്ത രീതിയിലുള്ള ഡെക്കറേഷൻ വർക്കുകൾ ചെയ്യുക. റൂമിൻ്റെ കളറ് പച്ചയായിരിക്കും, അപ്പോൾ പച്ചയോട് മാച്ച് അല്ലാത്ത രീതിയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. ബെഡ്ഷീറ്റ് ഡിഫറെൻറ്റ് കളറുകൾ യൂസ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിലൊരു അലങ്കോലപ്പെട്ട ആകെ ഒരു നോക്കുമ്പോൾ തന്നെ കണ്ണിനൊരു പ്ലസൻസ് കിട്ടാത്ത രീതിയിലായിരിക്കും അവിടെ അത് ചെയ്തു വെച്ചേക്കണം. അപ്പോൾ ആ മിസ്റ്റേക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു 5 മിസ്റ്റേക്കുകൾ, 5 ആണല്ലോ മൊത്തത്തിലുള്ളത്, 5 മിസ്റ്റേക്കുകളാണ് സാധാരണ വരുത്തുന്നത്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ഈ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഇൻ റിട്ടേൺ അവരോട് ഒന്നും ചോദിച്ചിട്ടില്ല, സെയിലൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഈ കസ്റ്റമർക്ക്, ആ പൊട്ടൻഷ്യൽ കസ്റ്റമർക്ക് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമർക്ക് അറിയാത്ത പല കാര്യങ്ങളും കസ്റ്റമർ അവിടെ നിന്ന് പഠിച്ചു. കസ്റ്റമർക്ക് നമ്മൾ ഹൈ വാല്യൂ കണ്ടൻറ്റ് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു സംഗതി നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തതോടുകൂടി അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തും നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അവരുടെ അടുത്തും വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ വാട്സപ്പിൽ വന്ന കസ്റ്റമേഴ്സിന് നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്തു, അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ 2-3 തവണയായിട്ട് അവർക്ക് ഡിഫറെൻറ്റ് വാല്യൂസ്, സിമിലർ വാല്യൂസ് വീണ്ടും പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അവർ സാമ്പത്തികമായിട്ട് വരുത്തുന്ന അബദ്ധങ്ങളോ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും കസ്റ്റമേഴ്സ് എന്തെങ്കിലുമൊക്കെ അബദ്ധം വരുത്തുന്നതുണ്ടാവും. ലാസ്റ്റ് അവരതിൽ പോയി പെട്ടതിന് ശേഷമായിരിക്കും കാശ് നഷ്ടമായതൊക്കെ അവർക്ക് മനസ്സിലാവണം. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അവരെ തടയുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാല്യൂ 2-3 സെഷനായിട്ട് നിങ്ങൾ ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. ഈ വാല്യൂ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ കോർ ഓഫർ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ സെയിൽ നടത്താൻ നോക്കേണ്ടത് ഈ വാല്യൂ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക പേരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോർ ഓഫർ പ്രസൻറ്റ് ചെയ്യും. അധിക പേരെന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും, നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്ന വിഭാഗമാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോമ്പറ്റീറ്റേഴ്സും ഒരേ മാർക്കറ്റിംഗ് രീതി ഫോളോ ചെയ്യുന്നു. നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് രീതി ഫോളോ ചെയ്ത് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് ആ പൊട്ടൻഷ്യൽ കസ്റ്റമർ മുമ്പ് പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സ്ക്വയർ ഫീറ്റിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും മറ്റ് രീതികളെല്ലാം ചോദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത്ര വാല്യൂ കിട്ടാത്തത് കൊണ്ട് 1-2 ചാറ്റൊക്കെ നടത്തിയിട്ടുണ്ടാവും, അവരിട്ടിച്ച് പോയിട്ടുണ്ടാവും. പിന്നെ കസ്റ്റമർ അതിനെപ്പറ്റി മറന്നിട്ടുണ്ടാവും. കൂടുതൽ വീണ്ടും പഠിക്കാൻ നേരത്തായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് പെടുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് നിങ്ങളിവിടെ ചെയ്തേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ എന്താണോ കസ്റ്റമറുടെ സംശയം ഉണ്ടായിരുന്നത് അതിനൊക്കെ ഉള്ള ആ സംശയം, ആ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഇവർക്ക് അയച്ചു കൊടുക്കണം. അവരുടെ സംശയങ്ങളൊക്കെ തീരുകയാണ്. ഇനിയാണ് നമ്മളുടെ കോർ ഓഫർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഈ കോർ ഓഫർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഓഫർ ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ജസ്റ്റ് ഇത്ര രൂപ ഇത്ര വില അങ്ങനെയല്ല, ഓഫർ നമ്മൾ കൃത്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതൊരു കലയാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹൈ പ്രൈസിൽ വിൽക്കുന്ന ഒരാളുണ്ടാവും. നിങ്ങളല്ലായിരിക്കും നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹൈ പ്രൈസിൽ വിൽക്കണം. അധിക സമയവും നിങ്ങളെക്കാൾ കൂടുതൽ ഹൈ പ്രൈസിൽ വിൽക്കുന്ന വൻകിട കമ്പനികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെ എടുത്തു വെച്ച് നിങ്ങളൊരു കമ്പാരിസൺ നടത്തണം. അധിക പേരും ഈ റൂം ഡെക്കറേഷൻ വർക്കുകൾക്കെല്ലാം ഇന്ന രീതിയിലാണ് അപ്രോച്ച് ചെയ്യാറ്, അവർ ഇത്ര രൂപയൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ വഴി പോകുകയാണെങ്കിൽ ഇത്രയും വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇത്രയും മണി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിനേക്കാൾ വളരെ കുറഞ്ഞ എമൗണ്ടിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യേണ്ടത് ടോപ്പ് ലീഡറും നിങ്ങളും. അപ്പോൾ അവിടെ ഒരു പ്രൈസ് കമ്പാരിസണാണ് വരുന്നത്. ഈ പ്രൈസ് കൂടി നിൽക്കുന്ന ആൾക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കൂടുതൽ അവരുടെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഫീച്ചറുകളോ എന്തെങ്കിലുമൊക്കെ കൂടുതലുണ്ടാവും. പക്ഷേ അധിക സമയത്തും അതൊക്കെ യൂസ്ലെസ് ആയിരിക്കും, അധിക കസ്റ്റമേഴ്സിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും എഡ്യൂക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലീഡറുടെ പ്രൈസും നിങ്ങളുടെ പ്രൈസും കൂടി കമ്പയർ ചെയ്യാൻ നേരത്ത് എപ്പോഴും നിങ്ങളുടെ പ്രൈസ് കുറവുള്ളതുപോലെ തോന്നും. നമ്മൾ വില കുറച്ച് വിൽക്കുക എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണത്. ടോപ്പ് ലീഡറുടെ പ്രൈസും നിങ്ങളുടെ പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യണം. എന്നിട്ട് കസ്റ്റമറുടെ മുമ്പിലാണ് ആ ഓഫർ കൊടുക്കേണ്ടത്. ആദ്യം കസ്റ്റമറോട് വാല്യൂ പറയണം, ശേഷമാണ് പ്രൈസ് റിവീൽ ചെയ്യേണ്ടത്. വാല്യൂ പറഞ്ഞതിന് ശേഷം ഇനി നമ്മളുടെ ഓഫറിൽ മസ്റ്റായിട്ടുണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് ഗ്യാരണ്ടി എന്നുള്ളത്. സാധാ ഗ്യാരണ്ടി അല്ല, മുമ്പുള്ളൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ, പവർ ഗ്യാരണ്ടി എന്നുള്ളത്. മറ്റുള്ള ആരും കൊടുക്കാത്ത രീതിയിലുള്ള പവർ ഗ്യാരണ്ടി, നമ്മളുടെ കസ്റ്റമറും നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സും പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്തേക്ക് കടന്നിട്ടുള്ള ഒരു പവർ ഗ്യാരണ്ടി, അത് നമ്മളുടെ ഓഫറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓൺ സൈറ്റിൽ വന്ന് തന്നെ റിപ്പയർ ചെയ്ത് തരുമോ, ജസ്റ്റ് ഒരു ഫോൺ കോളിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇത്ര ദിവസം, സാധാരണ 30 ദിവസമാണ്, നിങ്ങളൊരു 90 days കൊടുക്കുക. അപ്പോൾ എവിടെ അവർ കമ്പയർ ചെയ്യാൻ നേരത്തും നിങ്ങളുടെ ഓഫർ ബെറ്റർ ആയിട്ട് തോന്നും. ഇനി ഇതിൻ്റെ ഓഫറിൻ്റെ കൂടെ അടുത്തതായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കേഴ്സിറ്റി ഇല്ലാത്ത ഓഫറുകളെല്ലാം തണുത്ത് മരവിച്ചിരിക്കുന്ന ഓഫറുകളാണ്. നമ്മളുടെ നല്ല ചൂടുള്ള ഹോട്ടായിട്ടുള്ള ഓഫറായിരിക്കണം. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം എന്നിൽ നിന്ന് ഈ അടുത്ത് തന്നെ നഷ്ടമാകും, ഇതിന് അധികം ഇല്ല, ഇത് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഫീലിംഗ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കലാണ്. നിങ്ങൾ എന്ത് ഓഫർ പ്രസൻറ്റ് ചെയ്താലും അതിനൊരു എക്സ്പയറി ഡേറ്റ് വേണം. ആ എക്സ്പയറി ഡേറ്റോട് കൂടി മാത്രമാണ് നിങ്ങളുടെ ഓഫർ ഒരു കസ്റ്റമറുടെ മുമ്പിൽ ചെല്ലാവുള്ളൂ. ഇപ്പോൾ ചിലരെങ്കിലും ഈ അടുത്തൊരു സംരംഭക സുഹൃത്തുമായിട്ട് സംസാരിച്ചിരുന്നു. പുള്ളിയുടെ ഒരു ഓഫറിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസവും ഓഫറാണ്. വലിയൊരു അബദ്ധമാണത്. 365 ദിവസം ഓഫർ എന്ന് പറഞ്ഞൊരു ഓഫർ ഇല്ല. ആ ഒരു ഓഫർ തണുത്ത ഓഫറാണ്, അതിനൊരു അർജൻസി ഇല്ല. എപ്പോൾ നിങ്ങളൊരു ഓഫർ പ്രസൻറ്റ് ചെയ്താലും അതിനൊരു എക്സ്പയറി ഡേറ്റ് കൊടുക്കണം. ഇത്രാം തീയതി വരെയാണ് ആ ഓഫറുള്ളൂ, അതിക്കുള്ളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത്ര ആളുകളെ കൂടിയാണ് ഞങ്ങൾക്ക് ഈ മാസം സർവ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ സാധാരണ എടുക്കാറില്ല. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആവറേജ് സെയിൽസ് നമ്പർ എടുക്കുക, അത് കസ്റ്റമറോട് അങ്ങോട്ട് പറയും. ഇത്ര പേരെ സർവേ, അധിക സമയം നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു നിശ്ചിത എണ്ണത്തിനെയാണ് സർവേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ ആ എണ്ണം അങ്ങോട്ട് പറയുക. എണ്ണം പറയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയം ആ തെല്ലത്തും വക്കത്തും ഒക്കെ ആയിട്ട് കുറേ പേര് വാങ്ങണോ വേണ്ടേ ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൽ. അവരങ്ങ് ചാടണോ വേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കണോ, അവരങ്ങ് ചാടും. അതിന് സ്കേഴ്സിറ്റി നമ്മളുടെ ഓഫറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റണം. എന്നാലാണ് അവരുടെ അർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഇത്ര എണ്ണം ഇത്രാം തീയതി വരെയാണ് ഇതുള്ളൂ. അപ്പോൾ ആ ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ പറയണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ വരാൻ നേരത്തെ അവർ നിരാശപ്പെട്ട് തിരിച്ച് പോകില്ലേ, നമുക്ക് അടുത്ത ഓഫർ കൊടുക്കാം. ഓഫറുകൾ എന്നും ഒരു എക്സ്പയറി ഡേറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അധിക പേരും ഇത് ചെയ്യാറില്ല. എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഓഫറുകൾ നമ്മൾ കൊടുക്കരുത്. അതിനുശേഷം എക്സ്പയറി ഡേറ്റിൻ്റെ ആ ദിവസം വരാൻ നേരത്ത് നിങ്ങൾ വ്യത്യസ്ത മണിക്കൂറുകൾ ഇടവിട്ട് നോട്ടിഫിക്കേഷൻ കസ്റ്റമേഴ്സിന് വാട്സപ്പ് വഴി കൊടുക്കുക. അതായത് ചില കസ്റ്റമേഴ്സ് ചോദിക്കും, ഓക്കെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചോദിക്കും. നിങ്ങൾ ഡീറ്റെയിൽസ് പറയും, പിന്നെ മറുപടി ഒന്നുമില്ല, അങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ഒരു പോയിന്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് വരുന്ന ദിവസം വ്യത്യസ്ത മണിക്കൂറുകളിൽ 3 മണിക്കൂർ ഇടവിട്ടോ 4 മണിക്കൂർ ഇടവിട്ടോ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഈ കസ്റ്റമേഴ്സിന് ചെല്ലണം. ചെറിയൊരു റിമൈൻഡറായിട്ട് ചെല്ലണം.
ഇങ്ങനത്തെ റിമൈൻഡറുകൾ ചെല്ലാൻ നേരത്ത് പലപ്പോഴും കൺവേർഷൻ വരുന്ന കണ്ടിട്ടുണ്ട്. അവർ മറന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ അവറും കൊടുത്ത് ഇനി ഇത്ര അവറാണ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ, ഇത്ര മണിക്കൂറാണ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ എന്ന് പറയാൻ നേരത്ത് അവിടെ വീണ്ടും ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്ന സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു ട്രാഫിക് സോഴ്സ് കണ്ടെത്തി, മറ്റ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരും ചെയ്യാത്ത രീതിയിലുള്ള വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് നിങ്ങൾ നടത്തി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിലെ അധികം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിട്ട് നമ്മളുടെ വാട്സപ്പിൽ വരുന്നു. ഡയറക്റ്റ് ഓഫർ കൊടുത്താൽ അത് വരില്ല, നമ്മൾ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ വാട്സപ്പിൽ വന്നു, അവർക്ക് എന്ത് വാല്യൂ ആണോ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞത് അത് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം മൾട്ടിപ്പിൾ വാല്യൂസ് വീണ്ടും പ്രൊവൈഡ് ചെയ്തു. ശേഷം നമ്മൾ നമ്മളുടെ ഓഫർ പ്രസൻറ്റ് ചെയ്തു. വെറുതെ തണുത്ത് മരവിച്ചിരിക്കുന്ന ഓഫറല്ല, അതിൽ വാല്യൂ കമ്പാരിസൺ ഉണ്ട്, അതുപോലെ തന്നെ സ്കേഴ്സിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്, പവർ ഗ്യാരണ്ടി ആഡ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള ഒരു ഓഫർ അവരുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം എല്ലാം കൊടുത്തു, റിമൈൻഡർ കൊടുത്തു. എന്നിട്ടും അവർ വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും ഇത് തന്നെ ഇപ്പോൾ ഈ വന്ന് നിൽക്കുന്ന സ്റ്റേജ് തന്നെ ബഹുഭൂരിപക്ഷം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും ചെയ്യാത്തതാണ്. ഇനിയും ഇവർ വാങ്ങിയില്ല, നമ്മൾ എന്ത് ചെയ്യും? അവരങ്ങ് ഒഴിവാക്കിയിട്ട് അടുത്ത സെഗ്മെൻറ്റിനെ മാർക്കറ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവരിക, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയല്ല, അവരെ നമ്മൾ ഒഴിവാക്കണില്ല. അപ്പോൾ വാട്സപ്പിലാണെങ്കിൽ നമുക്ക് അവരെ ലോങ് പ്രസ് ചെയ്തിട്ട് ഫോളോ അപ്പിലേക്ക് എടുത്തിടാം. ഫോളോ അപ്പ് ചെയ്യേണ്ട വിഭാഗം കസ്റ്റമേഴ്സ്, അവർ ചിലപ്പോൾ വാങ്ങാത്തതിൻ്റെ കാരണം മാർക്കറ്റ് റെഡി ആയിട്ടുണ്ടാവില്ല. ഇപ്പോഴും അവർ മാർക്കറ്റ് റെഡി ആയിട്ടുണ്ടാവില്ല. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും അവർ നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയില്ലെങ്കിൽ അവർ ആരുടെ അടുത്തൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒഴിവാക്കി പോയിന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാ സമയത്തും അവർ മാർക്കറ്റ് റെഡി ആയിട്ടില്ല, ആ പർച്ചേസിങ് ഡിസിഷൻ എടുക്കാനുള്ള കാശ് തന്നെ അങ്ങോട്ട് ആ സർവീസും പ്രൊഡക്റ്റും എന്താണോ അത് വാങ്ങാനുള്ള ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അധിക സമയം ഇതിൻ്റെ അർത്ഥം. നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുമില്ല, നിങ്ങളുടെ കോമ്പറ്റീറ്ററിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അവിടെ വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. നിങ്ങളാരാണെന്ന് കസ്റ്റമർക്ക് ഓൾറെഡി അറിയാം. അവരൊരിക്കലും സ്ട്രേഞ്ചേഴ്സ് അല്ല, നമ്മൾ അവർക്കൊരിക്കലും സ്ട്രേഞ്ചേഴ്സ് അല്ല. അവർ കോൾ ട്രാഫിക് ആയിരുന്നു, ഇൻ്റർനെറ്റിൽ പരതി നടന്ന കോൾഡ് ട്രാഫിക് ആയിരുന്നു, നമുക്കറിയാത്ത ഒരു വിഭാഗം കസ്റ്റമർ. ഇപ്പോൾ അവർക്ക് നമ്മളാരാണെന്ന് അറിയാം. ഈ സ്റ്റേജ് വരെ വന്ന് നിൽക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഫോളോ അപ്പ് തുടങ്ങേണ്ടത്. ഡയറക്റ്റ് ഫോളോ അപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക. ഈ കസ്റ്റമർക്ക് വീണ്ടും വീണ്ടും വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾ അവരുമായിട്ടൊരു കോള് ഷെഡ്യൂൾ ചെയ്യുക. അവർക്ക് അങ്ങോട്ട് അവരുടെ അടുത്ത് പറയാം, മെസ്സേജ് അയച്ചിട്ട് പറയാം, ഞാനൊരു എൻ്റെ കലണ്ടറിൽ ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ എനിക്ക് ഫ്രീ ടൈം ഉണ്ടാവും. നിങ്ങളാണ് ബിസിനസ് ഓണറെങ്കിൽ അധിക സമയം ഇത് ഹൈ വാല്യൂ പ്രൊഡക്റ്റുകൾക്കും സർവീസുകൾക്കാണ് നടക്കുകയുള്ളൂ. നിങ്ങൾ വിൽക്കുന്നത് നല്ല വില കൂടിയ പ്രൊഡക്റ്റുകളാണെങ്കിൽ നല്ല രീതിയിൽ ഇത് വർക്കൗട്ട് ആവും. അത് കോൾ ഷെഡ്യൂൾ ചെയ്യുക, കസ്റ്റമറുമായിട്ട് സംസാരിക്കുക. എപ്പോഴാണ് ഫ്രീ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുമായിട്ട് സംസാരിക്കുക. ഈ കോളിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഡാറ്റാബേസുകളിൽ നിന്നെല്ലാം വാങ്ങിച്ച് മൊബൈൽ ഫോൺ നമ്പർ ഞെക്കി ഈ സെയിൽസിൻ്റെയൊക്കെ ബുക്സിലും അതുപോലെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ കോളിങ് ചെയ്യൽ. അത് അധിക സമയം ഉണ്ടല്ലോ വർക്കൗട്ട് ആവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നല്ല രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് പല സ്ട്രാറ്റജിയും ടെക്നിക്കും ഒക്കെ ഉപയോഗിച്ച്, ഒന്നാമത്തെ മെയിൻ പ്രശ്നം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമർക്ക് അറിയില്ല, പൊട്ടൻഷ്യൽ കസ്റ്റമർക്ക് അറിയില്ല ആരാ നിങ്ങളെന്നുള്ളത്. അവർക്ക് പല കോളുകളും പലപ്പോഴും കിട്ടാറുണ്ട്. അതിലൊരു കോള് ഇപ്പോൾ മോഡേണായിട്ട് നമുക്ക് സ്പാമൊക്കെ അടിച്ചിടാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടുത്തെ കേസ് അതങ്ങനെയല്ല. നിങ്ങളുടെ നമ്പർ മിക്കവാറും അവർ സേവ് ചെയ്തിട്ടുണ്ടാവും. ഈവൻ കസ്റ്റമർ ഷെഡ്യൂൾ തന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്യാൻ നേരത്തും അവർക്ക് ഓൾറെഡി നിങ്ങൾ ആരാണെന്ന് അറിയാം. അപ്പോൾ എന്ന് വെച്ചാൽ കോളിങ്ങിൻ്റെ ടെക്നിക്കും ആ ഒരു പ്രയാസമൊന്നും ഇവിടെ ഇല്ല. അവിടെ ഓൾറെഡി ആ കണക്ഷൻ വന്നിട്ടുണ്ട്. ഈ കോള് ചെല്ലാൻ നേരത്തെ അധിക സമയം കസ്റ്റമർ അവർ മാർക്കറ്റ് റെഡി ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഈ സർവീസ് ആവശ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയോ വേറെ ആരുടെയോ കസ്റ്റമറായിട്ട് മാറും ഇവർ. അപ്പോൾ ഈ കോളും കൂടി അങ്ങ് ചെല്ലാൻ നേരത്ത് കൂടുതൽ ട്രസ്റ്റ് വരികയാണ്. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോളോ അപ്പ് സ്റ്റേജിൻ്റെ പ്രത്യേകത സംശയം കുറഞ്ഞു വരെയും നമ്മളിലുള്ള ട്രസ്റ്റ് കൂടി വരികയും ചെയ്യും. നമ്മളോടുള്ള വിശ്വാസം കൂടി വരികയാണ്. നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ അടുത്ത് അവർ പേയ്മെൻ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ വാല്യൂ കണ്ടിന്യൂസ്ലി പ്രൊവൈഡ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. അതുപോലെ ഓഫറുകൾ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അവരെന്തെങ്കിലും മിസ്റ്റേക്കിൽ പോയി ചാടണമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സ്റ്റോപ്പ് ചെയ്യുന്നു. കണ്ടിന്യൂസ് വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ മാർക്കറ്റിംഗ്.
ഇത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അധികം ചെയ്യില്ല. എന്നാണോ ഈ കസ്റ്റമർ മാർക്കറ്റിൽ റെഡിയാണ്, മാർക്കറ്റ് റെഡി ആയിട്ട് മാറുന്നത്, അതായത് കാശ് എടുത്ത് തന്ന് നമുക്ക് പ്രൊഡക്റ്റും സർവീസും വാങ്ങാൻ തയ്യാറാകുന്ന ആ ദിവസം വരാൻ നേരത്ത് അവർ ആദ്യം ഓർക്കുക നിങ്ങളെ ആയിരിക്കും. ഇതാണ് ഈ രീതിയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ കൂടിയിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് തരാം. ചെക്ക് ചെയ്ത് പോകാം. നിങ്ങൾ നിലവിലിപ്പോൾ ചെയ്യുന്ന രീതിയും ഈ പറയുന്ന രീതിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഏതൊക്കെ നിങ്ങൾ മിസ്സാവണുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്കുള്ള ചെക്ക് ലിസ്റ്റ് ഞാൻ പറയാം. ഒരു 5-6 കാര്യങ്ങളുണ്ട് ഇതിൽ. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് ടിക്കിട്ട് പോകാം. നിങ്ങൾ ചെയ്യണമെങ്കിൽ ടിക്കിടുക, ചെയ്യണില്ലെങ്കിൽ ടിക്കിടാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് മിസ്സായിട്ടുള്ളതെന്ന്. ഒന്നാമതായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ട്രാഫിക് സോഴ്സാണ്. ബെറ്റർ ആയിട്ടുള്ള അധികം ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ട്രാഫിക് സോഴ്സ് കണ്ടുപിടിക്കണം. ഇന്നത്തെ കാലത്ത് അത് സോഷ്യൽ മീഡിയ ആണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യുക. അത് ഒരു പേപ്പറിൽ എഴുതിയിട്ട്. രണ്ടാമത്തത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? എല്ലാവരും ചെയ്യുന്ന പോലെ ആ പ്രൈസ് കാണിച്ചിട്ടുള്ള അതാണോ? വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണോ ചെയ്യണത്? വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് അധിക സമയം ചെയ്യാറില്ല. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെന്ന് ടിക്ക് ചെയ്യാം. ഇനി ഈ വന്ന കസ്റ്റമേഴ്സ്, നമ്മളുടെ വാട്സപ്പിലേക്ക് വന്ന ആ കസ്റ്റമേഴ്സിന് നിങ്ങൾ ഓഫർ പ്രസൻറ്റ് ചെയ്ത ഏത് തരത്തിലുള്ള ഓഫറാണ്? തണുത്ത് മരവിച്ചിരിക്കുന്ന ഓഫറാണോ? അതോ കോൾഡായിട്ടുള്ള ഗ്യാരണ്ടിയും സ്കേഴ്സിറ്റിയും എല്ലാം ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ള വാലിഡിറ്റി ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓഫറാണോ നിങ്ങൾ കൊടുത്തേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ടിക്കിടുക. ഇനി അടുത്തത് 4-മതായിട്ടുള്ള ഫോളോ അപ്പ് മെസ്സേജ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം ചെയ്തിട്ടും ഓർഡർ കിട്ടണില്ല. ഇതിന് ശേഷം നിങ്ങൾ ഫോളോ അപ്പ് മെസ്സേജ് കൊടുത്തു. ഇനി കൊടുത്തെങ്കിൽ എങ്ങനെയാണ് കൊടുത്തത്? ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾ അവരുമായിട്ടൊരു കോൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുത്തോ? ഉണ്ടെങ്കിൽ ടിക്കിടുക. ഈ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടിക്കിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡറുകൾ കൂടിയിരിക്കും. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടിയിരിക്കും. അതെനിക്ക് 100% ഉറപ്പ് തരാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയണത്. നിങ്ങൾക്ക് സെയിൽസും മാർക്കറ്റിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള മോഡേൺ രീതിയിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ അംഗമാകാം. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വാല്യുബിൾ കണ്ടൻറ്റായിട്ട് ഞാൻ ഇനിയും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.